പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒപ്പം നിന്നവരെ മറക്കാത്ത ജാക്കി ചൈനീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്റെ ആത്മസുഹൃത്തുക്കളായിരുന്ന രണ്ടുപേരെ ഉൾപ്പെടുത്തിയെടുത്ത സിനിമയാണ് പ്രൊജക്ട് എ. ഇതിന്റെ ചിത്രീകരണത്തിനിടയിൽ ഒരു നിർണായക സംഭവമുണ്ടായി. ചിത്രത്തിൽ ക്ലോക്ക് ടവറിൽ നിന്നും ജാക്കി വീഴുന്ന ഒരു സീനുണ്ട്. പലതവണ റീടേക്കുകൾ പോയിട്ടും ജാക്കിക്ക് തൃപ്തി വന്നില്ല. ഒടുവിൽ ലാസ്റ്റ് ടേക്കിൽ തലകുത്തനെ വീണ് ജാക്കിയുടെ കേൾവിക്ക് തകരാറുണ്ടായി. ഡ്യൂപ്പുകളെ ഉപയോഗിക്കാതെ അതിസാഹസികമായി രംഗങ്ങൾ ചെയ്യുന്ന നടൻ, അതായിരുന്നു ജാക്കിയുടെ സവിശേഷത. എത്ര ധൈര്യമുള്ള താരങ്ങളും ഹെവി റിസ്ക്കുള്ള സീനുകളിൽ ഒന്ന് മാറി നിന്ന് പകരം ഡ്യൂപ്പുകളെ ഉപയോഗിക്കും. എന്നാൽ തന്റെയും ഡ്യൂപ്പിന്റെയും ജീവൻ ഒരുപോലെ വിലപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ജാക്കി എത്ര അപകടകരമായ രംഗങ്ങളും സ്വയം ഏറ്റെടുത്തു. വ്യക്തിപരമായ സംതൃപ്തി ലഭിക്കണമെങ്കിലും ഇത്തരം രംഗങ്ങളിൽ സ്വയം അഭിനയിക്കണമെന്ന വിശ്വാസക്കാരനായിരുന്നു ജാക്കി. പല കാലങ്ങളിലായി പുറത്തിറങ്ങിയ പോലീസ് സ്റ്റോറി സീരീസിലൂടെ ജാക്കി ചാൻ ആഗോളതലത്തിൽ അനിഷേധ്യ നാമങ്ങളിലൊന്നായി മാറി. ലോകമെമ്പാടുമുള്ള യുവാക്കൾ ജാക്കി ചാൻ സ്റ്റൈൽ അനുകരിക്കാൻ തുടങ്ങി. ലോകത്തെ സന്തോഷിപ്പിക്കാനായി സാഹസിക രംഗങ്ങളിൽ ഏതളവ് വരെയും പോയിരുന്ന ജാക്കിക്ക് പരുക്കുകളും അപകടങ്ങളും പുത്തരിയായിരുന്നില്ല. എന്നാൽ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചുണ്ടായ അപകടമാണ് അതിലേറ്റവും നിർണായകം. 5 മീറ്റർ ഉയരമുള്ള മതിലിന് മുകളിൽ നിന്നും ചാടി ജാക്കി ഒരു മരക്കൊമ്പിൽ തൂങ്ങണം. ഫസ്റ്റ് ടേക്ക് വിജയകരമായി പൂർത്തിയാക്കി. എന്നാൽ ഒരിക്കൽ കൂടി എടുക്കണമെന്ന് ജാക്കിക്ക് ഒരു തോന്നൽ. സംവിധായകനും അദ്ദേഹം തന്നെയായതിനാൽ എതിർക്കാൻ ആർക്കും കഴിഞ്ഞില്ല. റീടേക്കിലും ജാക്കി കൃത്യമായി ചാടി മരത്തിൽ തൂങ്ങിയെങ്കിലും മരക്കൊമ്പൊടിഞ്ഞ് ജാക്കി നടുവിലെ ഗർത്തത്തിലേക്ക് വീണു. പാറക്കെട്ടിൽ തലയടിച്ചു വീണ കൂട്ടത്തിൽ ഒരു പാറക്കല്ല് തലയോട്ടി തുളച്ച് അകത്ത് കയറി. ആംബുലൻസിൽ ജാക്കിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി അദ്ദേഹത്തിന്റെ ശരീരം തണുത്തു തുടങ്ങി. ജാക്കി അവസാനിച്ചു എന്ന് തന്നെ എല്ലാവരും വിശ്വസിച്ചു. കാരണം സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ മരണം ഉറപ്പാണ്. എന്നാൽ ആ മനോവീര്യത്തിനു മുന്നിൽ മരണം കീഴടങ്ങി. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ ശരീരം പാതി തളർന്നു പോവുകയോ കോമാ സ്റ്റേജിലേക്ക് പോവുകയോ ചെയ്യാം. ജാക്കിയുടെ തലയിൽ തുളഞ്ഞു കയറിയ കല്ല് തലച്ചോറിന് ക്ഷതമേൽപ്പിച്ചിരിക്കുന്നതായി ഡോക്ടർമാർ കണ്ടെത്തി. പെട്ടെന്ന് തന്നെ സർജറി നടത്തി അവർ കല്ല് പുറത്തെടുത്തു. എന്നാലും പഴയ ആരോഗ്യത്തോടെ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലെന്നാണ് ആശുപത്രി അധികൃതർ പോലും കരുതിയത്. തലച്ചോറിലെ മുറിവ് ഉണങ്ങിയെങ്കിലും തലയോട്ടിയിലെ ദ്വാരം അങ്ങനെ തന്നെ നിന്നു. പ്ലാസ്റ്റിക് കൊണ്ടുള്ള പ്രത്യേകതരം അടപ്പുപയോഗിച്ചാണ് ഡോക്ടർമാർ അത് അടച്ചത്. ഇന്നും ആ ദ്വാരവും അടപ്പും അങ്ങനെ തന്നെയുണ്ട്. ആ സംഭവത്തോടെ ചെവിയുടെ കേൾവി ഭാഗികമായി നഷ്ടപ്പെട്ടു. എന്നാൽ ഇതിലൊന്നും അദ്ദേഹം തെല്ലും ഭയപ്പെട്ടില്ല. സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയതിലായിരുന്നു ജാക്കിക്ക് സങ്കടം. ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചു. ജാക്കി അത് നിരസിച്ചു. ഡോക്ടർമാർക്ക് ആകെ ആശങ്കയായി. ജാക്കി വിചാരിക്കും പോലെ അത്ര സുഗമമല്ല കാര്യങ്ങൾ. ഒടുവിലവർ സംഗതിയുടെ ഗൗരവം ജാക്കിയുടെ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തി.